നിയമസഭാ തെരഞ്ഞെടുപ്പിൽ മത്സരിക്കാൻ താൽപ്പര്യമുണ്ടെന്ന് വ്യക്തമാക്കി KPCC ജനറൽ സെക്രട്ടറി ദീപ്തി മേരി വർഗീസ് തന്റെ മണ്ഡലം തൃക്കാക്കരയാണ്. ഉമാ തോമസ് തുടരണോ എന്ന് പാർട്ടി തീരുമാനിക്കേണ്ട കാര്യമാണ്. ഇന്ന മണ്ഡലത്തിലെ മത്സരിക്കൂ എന്ന് താൻ പറയില്ല, പാർട്ടി പരിഗണിക്കും എന്ന് പ്രതീക്ഷിക്കുന്നതായും ദീപ്തി മേരി വർഗീസ് മാതൃഭൂമി ന്യൂസിനോട് പ്രതികരിച്ചു. നിയമസഭാ തെരഞ്ഞെടുപ്പിനുള്ള കോൺഗ്രസിന്റെ സ്ഥാനാർത്ഥി പട്ടിക ഉടൻ പുറത്തുവരും. ദീപ്തി മേരി വർഗീസ് നമുക്കൊപ്പം ചേരുന്നു. മേയർഷിപ്പിന്റെ കാര്യത്തിൽ കപ്പനും ചുണ്ടിനും ഇടയ്ക്കാണ് അത് നഷ്ടമായത്. അന്ന് ചില ഉറപ്പുകൾ പാർട്ടി താങ്കൾക്ക് നൽകിയിരുന്നതായി വാർത്തകളൊക്കെ ഉണ്ടായിരുന്നു, വിവരങ്ങളുണ്ടായിരുന്നു. എങ്ങനെയാണ് നിയമസഭാ തെരഞ്ഞെടുപ്പിലേക്ക് പോകുന്നു? പാർട്ടിയിൽ നിന്ന് നീതി ലഭിക്കുമെന്ന് പ്രതീക്ഷിക്കുന്നുണ്ടോ? എങ്ങനെയാണ് ഇപ്പോൾ എന്താണ് എങ്ങനെയാണെന്നുള്ളതിനെ കുറിച്ച് എനിക്ക് വ്യക്തമായ ധാരണയില്ല. സിറ്റിംഗ് സീറ്റുകളിൽ ആദ്യം തീരുമാനം വരണമല്ലോ. അത് പാർട്ടി തൃക്കാക്കരയാണ്, അവിടെ സിറ്റിംഗ് സീറ്റാണ്. അവിടെ PT-യുടെ ഭാര്യയ്ക്ക് കഴിഞ്ഞ ഉപതെരഞ്ഞെടുപ്പിൽ കൊടുക്കുകയും പിന്നീട് ഇനിയിപ്പോൾ തുടരണോ എന്നുള്ളതൊക്കെ പാർട്ടി തീരുമാനിക്കേണ്ട കാര്യമാണ്. അപ്പോൾ സിറ്റിംഗ് സീറ്റിലെ തീരുമാനം വന്നതിന് ശേഷം മറ്റേതെങ്കിലും സീറ്റിൻ്റെ കാര്യങ്ങളൊക്കെ ചർച്ച വരുള്ളൂ എന്നാണ് വിചാരിക്കുന്നത്. എന്തായാലും പാർട്ടി അതിൻ്റെ അകത്ത് നീതിയുക്തമായ ഒരു തീരുമാനമെടുക്കുമെന്നാണ് ഞാൻ പ്രതീക്ഷിക്കുന്നത്. സ്ത്രീകൾക്ക് കൂടുതൽ പ്രാതിനിധ്യം ഇപ്രാവശ്യം ഉണ്ടാകുമെന്നാണ് പാർട്ടി പറഞ്ഞിരിക്കുന്നത്. പ്രതിപക്ഷ നേതാവ് ഉൾപ്പെടെ പറഞ്ഞിരിക്കുന്നത് അത്തരത്തിലാണ്. അതുകൊണ്ട് തന്നെ സ്ത്രീകൾക്ക്, പ്രത്യേകിച്ച് വർഷങ്ങളോളം പ്രവർത്തിക്കുന്ന സ്ത്രീകൾക്ക്, ശക്തമായി നിൽക്കുന്ന സ്ത്രീകൾക്ക് ഇപ്രാവശ്യം പാർട്ടി ഒരു പ്രത്യേക പരിഗണന കൊടുക്കും എന്നാണ് എൻ്റെ പ്രതീക്ഷ. ഈ കൊച്ചി വൈപ്പിൻ ഉൾപ്പെടെയുള്ള സീറ്റുകളിലേക്ക് ഓപ്റ്റ് ചെയ്താൽ പോലും താങ്കളത് സ്വീകരിക്കും? താങ്കൾക്കത് വിരോധമില്ല? ഞാനൊരു പ്രത്യേക മണ്ഡലം എന്നൊന്നും ഇപ്പോൾ എനിക്ക് പറയാൻ നിവർത്തിയില്ല. കാര്യം ഞാൻ ഒരു സ്ഥലത്ത് ഒരു സിറ്റിംഗ് MLA അല്ലല്ലോ. അതുകൊണ്ട് എന്നെ സംബന്ധിച്ച് എനിക്ക് ഇന്ന മണ്ഡലം എന്നൊന്നും പറയാൻ പറ്റില്ല. അത് പാർട്ടിയാണ് പറയേണ്ടത്. അത്തരത്തിൽ എൻ്റെ കാര്യത്തിലും മേയർഷിപ്പിൽ സംഭവിച്ചിട്ടുള്ള കാര്യത്തിൽ ഒരു പിന്നീട് വരുന്ന ഒരു തെരഞ്ഞെടുപ്പ് എന്നുള്ള നിലയ്ക്ക് ഒരു പക്ഷേ പാർട്ടി എന്നെ പരിഗണിക്കും എന്നാണ് ഞാൻ കരുതുന്നത്. ദീപ്തി മേരി വർഗീസാണ് നമുക്കൊപ്പം ചേർന്നത്. നീതിയുക്തമായിട്ടുള്ളൊരു തീരുമാനം പാർട്ടിയിൽ നിന്ന് പ്രതീക്ഷിക്കുന്നു എന്നാണ് അവർ അടിവരയിട്ട് വീണ്ടും ആവർത്തിക്കുന്നത്. ക്യാമറമാൻ മനോജ് മാടശ്ശേരിക്കൊപ്പം S. രാഗിൻ, മാതൃഭൂമി ന്യൂസ്, കൊച്ചി.